അങ്ങനെ ശോഭാ സുരേന്ദ്രനെതിരെ അവിഹിത ആരോപണവുമായി സ്വന്തം പാർട്ടിയിലെ തന്നെ സജീവ പ്രവർത്തക രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ സജീവ പ്രവർത്തക എന്ന് പറയുമ്പോൾ ആലപ്പുഴ നോർത്തിലെ BJP വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിച്ച ബിന്ദു വിനയ്കുമാർ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇപ്പൊ ശോഭാ സുരേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ വിളിച്ച് തെറി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും ബിന്ദു ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പൊ നിലവിൽ പാലക്കാട് നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നോട്ട് വിവാദം എല്ലാവർക്കും അറിയാം. അതിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഒരു അമ്മച്ചിക്ക് നോട്ട് കൊടുത്ത് വോട്ട് മറിക്കാൻ നോക്കിയ സംഭവം ഉണ്ടല്ലോ, അതന്നെ. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പോലീസ് അന്വേഷണത്തിന് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഇന്നലെ ശോഭാ സുരേന്ദ്രനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയൊക്കെ എടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്വേഷണത്തിനൊടുവിൽ ഇവിടെ ശോഭാ സുരേന്ദ്രൻ കുറ്റവാളിയാണെന്ന് തെളിയപ്പെടുകയാണെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ ഇന്നലെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 മലയാളത്തിൽ വന്നൊരു ന്യൂസ് നമുക്ക് കണ്ടുനോക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എങ്ങനെ പോളിങ്ങിനെ ബാധിച്ചു എന്നുള്ളതാണ്. ഇന്നലെ സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കുടുക്കാണ്, ഇത് ജയിച്ചാലും നിയമക്കുരുക്കിലേക്ക് ശോഭയെ തള്ളിവിടാനുള്ള ഒരു കുടുക്കാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് പാലക്കാട് അവസാന ദിവസങ്ങളിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. അതായത് ഇവരുടെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചാലും അവർ നിയമപരമായിട്ട് അയോഗ്യയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരുപക്ഷെ ശോഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തീർത്തേക്കില്ല എന്ന് നമുക്ക് പൊതുവിലയിരുത്തലുണ്ട്. അതായത് വീണ്ടും ഒരു അയോഗ്യത വരികയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള പ്രചരണം. അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സംഭവം ശോഭാ സുരേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അത് വേറെ കാര്യം. പക്ഷെ അത് നിയമപരമായി തെളിയിക്കുന്നിടത്താണ് കാര്യം. ഇനി തെളിയിക്കപ്പെട്ടാൽ തന്നെ ഇതൊക്കെ ഒതുക്കി തീർക്കാൻ ഇവർക്ക് വല്ല പണിയുണ്ടോ? BJP-നെ തലതൊട്ടപ്പയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്. ഇവരൊക്കെ പുട്ടുപോലെ ഈ സംഭവം ഒതുക്കി തീർക്കും. പിന്നെ വോട്ടെടുപ്പും കൂടി കഴിഞ്ഞ അവസരത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചൂടൊന്നുണ്ടാവാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചുമ്മാ നമുക്ക് കുറച്ച് കാര്യത്തേക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു തേങ്ങാക്കുരി നടക്കാൻ പോണില്ല. എന്തായാലും വാക്കുകൂടി കേട്ടോക്കാം. സ്വാഭാവികമായിട്ട് ആളുകൾ രണ്ടു വട്ടം ചിന്തിക്കും. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ടുകളെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടുകൾ തന്നെയാണ് പ്രധാനമായിട്ടൊന്ന് എന്ന് വേണം വിലയിരുത്തുവാൻ. കാരണം ശോഭാ സുരേന്ദ്രൻ അത്തരത്തിലുള്ള പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. സ്ത്രീപക്ഷ പോരാട്ടവും പാലക്കാട്ടെ പീഡനങ്ങളും ഒക്കെയാണ് അവർ മുഖ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. രമേശ് പിഷാരടിക്കെതിരെ പോലും രഞ്ജിത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ പ്രതികരണമൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ട്. അതിനെ കുറിച്ച് പറയാതെ വയ്യ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എല്ലാവർക്കും എതിരെയും പീഡന ആരോപണം നടത്തലാണ് ഈ പെണ്ണുമ്പിള്ളിയുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അത് വെച്ചാണ് ഇപ്പൊ നിലവിൽ ഒരു പിടിച്ചു നിൽക്കാൻ നോക്കുന്നതും. ഒന്ന് വേണ്ട, ഇന്നലെ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് രമേശ് പിഷാരടിക്കെതിരെ പോലും പീഡന ആരോപണം നടത്തിയ പെണ്ണാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അതിനെക്കുറിച്ച് തെളിവ് ചോദിക്കുമ്പോഴോ പുള്ളിക്കാര് പപ്പ പഠിക്കുകയും ചെയ്യും. ആകെ അറിയാവുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എതിരെ നിൽക്കുന്ന ആൾക്കെതിരെ പീഡന ആരോപണം ഉന്നയിക്കൽ മാത്രമാണ്. ഇത് മാത്രമേ ഈ പെണ്ണുമ്പിള്ളക്ക് അറിയത്തുള്ളൂ. ഒന്ന് വേണ്ട, ഇപ്പൊ ഇവർക്കെതിരെ നോട്ട് കൊടുത്ത് വോട്ട് പിടിക്കുന്ന ആ വിവാദം വന്നപ്പോൾ പോലും അതിന് കാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഇവർ ഉന്നയിച്ച ആരോപണം എന്താണ്? ഒരു സ്ത്രീയായ എന്നോട് അവർ മോശമായി പെരുമാറി എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും തെളിവ് ചോദിക്കുമ്പോഴോ വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇവരുടെ തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത് പീഡന ആരോപണമാണ്. ഇവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ പോലും ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ചിട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വരെ. പച്ചക്ക് പറഞ്ഞാൽ വുമൺ കാർഡ് ഇറക്കി കളിക്കുന്ന ഒരു സ്ത്രീ, അങ്ങനെ വേണം ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കാൻ. എന്നിട്ട് സ്ത്രീപക്ഷ പോരാട്ടം പോലും ഒലക്കാണ്. ഇവര് സ്ത്രീപക്ഷ പോരാട്ടമല്ല നടത്തുന്നത്, സ്ത്രീ പീഡന പോരാട്ടമാണ്. ഇവർക്ക് ആകെ അറിയാവുന്ന പരിപാടി അത് മാത്രമാണ്. എന്നാൽ നിലവിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ഒരാൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബിന്ദു വിനയ്കുമാർ എന്ന് പറയുന്ന സ്ത്രീയാണ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് പുള്ളിക്കാരി ശോഭാ സുരേന്ദ്രനെതിരെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കൈരളി TV പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് വായിച്ചു നോക്കാം. ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവമല്ല, നല്ല വിളഞ്ഞ വിത്താണ്. സ്വന്തമായി പക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ആലപ്പുഴ നോർത്ത് ജില്ലയിലെ പക്വതയുള്ള വനിതകളെ സ്ഥാനത്ത് നിന്നും സ്വന്തം പക്ഷത്തെ തിരുവനന്തപുരത്തും ഗുണ്ടയും BJP സ്റ്റേറ്റ് സെക്രട്ടറിയുമായ കുന്തൂറ ശ്രീകുമാറിന്റെ സഹായത്താൽ സ്ഥാനത്ത് നിന്നും മാറ്റി. ഓക്കെ, ആ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് BJP-യിലെ ആലപ്പുഴ നോർത്ത് ശാഖയില് അവിടുത്തെ പെണ്ണുങ്ങൾ തമ്മിൽ വമ്പം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പെണ്ണുങ്ങളെ തമ്മിൽ തന്നെ രണ്ട് ചേരികളായി തിരിഞ്ഞിരിക്കുകയാണ്. അതിലൊന്ന് ശോഭാ സുരേന്ദ്രന്റെ ടീമും രണ്ടാമത്തേത് ബിന്ദു വിനയ്കുമാറിന്റെ ടീമും. അപ്പൊ എന്തായാലും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചേരി തിരിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ എന്താക്കി, BJP സ്റ്റേറ്റ് സെക്രട്ടറി ആയ കുന്തൂറ ശ്രീകുമാറിനെ സ്വാധീനിച്ച് തന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രം പദവികളും മറ്റും കൊടുക്കുകയും മറ്റുള്ള സ്ത്രീകളെ ഉള്ള പദവിയിൽ നിന്ന് തട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ തുടക്കത്തിൽ പറയപ്പെടുന്നത്. അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കി വായിച്ചു നോക്കാം.
ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം കിടക്കുമ്പോൾ ശോഭയ്ക്ക് പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളവുമായി വെളുപ്പിനെ നിരാഹാര പന്തലിൽ എത്തിയിരുന്ന വിശ്വസ്തനായിരുന്നു പുന്തൂറ. ആഹാ, അത് കൊള്ളാലോ. ശബരിമല വിഷയത്തിൽ നിരാഹാരം ഇരുന്ന ശോഭയ്ക്ക് അതിരാവിലെ തന്നെ പ്രോട്ടീൻ കലക്കിയ വെള്ളം അത് എത്തിച്ചു കൊടുത്തത് ആരാണ്? BJP സ്റ്റേറ്റ് സെക്രട്ടറി. എന്തോ പുന്തൂറ ശ്രീകുമാർ എന്നങ്ങാനുമാണ് പുള്ളിക്കാരന്റെ പേരിലെ. എന്തായാലും കൊള്ളാൻ സംഭവം. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണ്. ഈ നിരാഹാര സമരം എന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഈ നിരാഹാരത്തിന് മറവിൽ നല്ല ഫുഡ് തട്ടലാണെന്നുള്ളത് ആർക്കാണ് ഇപ്പൊ അറിയാത്തവിടെ. പക്ഷെ അത് പരസ്യമായി പറയാൻ കാണിച്ച് ഈ പോസ്റ്റ് ഇട്ട ബിന്ദു ചേച്ചിന്റെ മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോകരുത്. അതും സ്വന്തം പാർട്ടി പ്രവർത്തകർക്കെതിരെ. എന്തായാലും കൊള്ളാം, കോമഡി ആയിട്ടുണ്ട് സംഭവം. ബാക്കിയോട് വായിച്ചു നോക്കാം. ഒരു ജില്ലയിൽ നിന്നും ഒരു വനിതയും ഉയർന്നു വരാത്ത വിധം തടയിട്ടു നോക്കുകുത്തിയാക്കി വെക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട്ട് കിടന്ന് തിളക്കുന്ന പെൺകുണ്ട 8 കൊല്ലം മുമ്പ് അവിഹിത സാരഥിയായിരുന്നു. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടായോ? മറ്റുള്ളവരെ കുറിച്ച് അവിഹിത ആരോപണവും പീഡന ആരോപണവും ഉന്നയിച്ച് നടക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെയുള്ള ആൾക്ക് അവിഹിതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആള് തന്നെ ഇങ്ങനെ പറയുന്ന സമയത്ത് എങ്ങനെ വിശ്വസിക്കാതിരിക്കും അല്ലെ? എന്തായാലും കൊള്ളാൻ ശോഭ ചേച്ചി. നിങ്ങൾ നമ്മൾ വിചാരിച്ച പോരൊന്നല്ല കേട്ടോ. നിങ്ങൾ പുറമെ കാണുന്ന പോലെയല്ല. എതിർത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും നിങ്ങൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ളത് ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ബാക്കിയോട് വായിച്ചു നോക്കാം. അന്ന് ഷെഡ് ഉണക്കാനും മറ്റും ഒരു ഫോട്ടോഗ്രാഫർ ജസ്റ്റിൻ എന്നോ മറ്റായിരുന്നു അയാളുടെ പേരുണ്ടായിരുന്നു. അയാൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചുപോയെന്നാണ് പിന്നീട് അറിഞ്ഞത്. പാവല്ലേ. കലാമണ്ഡലം സത്യഭാമയും അന്നത്തെ തോഴിയായിരുന്നു. കുറെ കാലം എപ്പോഴും കൂടെ കാണുമായിരുന്നു. ബെസ്റ്റ് പറ്റിയ കൂട്ടാണ് കലാമണ്ഡലം സത്യഭാമ. സത്യഭാമയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നല്ലോണം ചേരും. രണ്ടാളൊരു വണ്ടിക്കുള്ള ആൾക്കാരാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറി വിളിക്കുന്നവരാണ് രണ്ടുപേരും. സ്വഭാവം പെർഫെക്റ്റ് ആണ് മാച്ച്. എന്തായാലും പറ്റിയ കൂട്ടാണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയത്. ബാക്കി വെച്ച് നോക്ക്. എന്തായാലും പെൺകുട്ടികളുടെ അഭിമാനത്തെ കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത എന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ആലപ്പുഴ നോർത്ത് ഓഫീസിൽ ശോഭ തീറ്റി കൊടുത്ത് വളർത്തുന്ന ഒരു കോഴി ഉണ്ടല്ലോ, അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂട്ടാരാണ് എന്ന് ചിന്തിക്കുന്നത് കൊള്ളാം. ഇപ്പോൾ പാലക്കാട്ട് തുള്ളുന്നത് ഇലക്ഷൻ വരുമ്പോൾ അജണ്ട സെറ്റ് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന അഭിനയമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചേച്ചി ഇങ്ങനെ പച്ചക്കൊക്കെ ഇത് വിളിച്ചു പറയാൻ പാടുണ്ടോ? മറ്റേ നോട്ട് കൊടുത്ത് വോട്ട് മറിക്കൽ വിവാദത്തെ കുറിച്ചാണ് ചേച്ചി പറഞ്ഞു വന്നത്. ഈ നോട്ട് കൊടുത്ത് വോട്ട് മറിക്കുന്ന പരിപാടി ശോഭാ സുരേന്ദ്രന്റെ ഒരു അജണ്ടയാണെന്നും എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ കാട്ടിക്കൂട്ടുന്നതെല്ലാം അഭിനയമാണ് എന്നുമൊക്കെയാണ് ഇവർ ഈ പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി പാർട്ടിനും കൂടിയാണ് ബാധിക്കാൻ പോകുന്നത്. അത് ആലോചിച്ചാൽ നന്ദി. ഈ പോസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പാർട്ടിക്കുള്ളിൽ പരസ്പരം പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ എന്ന് കരുതി പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറയാൻ നിന്നാലുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി ഓഫീസ് പൂട്ടിട്ട് പോകേണ്ടി വരും. അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കിയോട് അയച്ചു നോക്കാം. പാലക്കാട് കോഴിയെ തന്നെയാണ് കൈക്കൂട്ടത്തും അഭിനയിച്ചത്. താൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് മറ്റു വനിതകൾക്ക് ഉപയോഗിച്ചാൽ തനിക്ക് ഇൻഫെക്ഷൻ ആകുമെന്ന് പറഞ്ഞു പാവപ്പെട്ട വനിതാ പ്രവർത്തകരെ പാതിരാത്രി പറമ്പിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന കൊച്ചമ്മക്കാണോ? ശരി, അപ്പൊ ഭയങ്കര പരിഷ്കാരിയാണല്ലേ നമ്മുടെ ശോഭ ചേച്ചി. ചേച്ചി ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പോലും മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല പോലും. ഇതിനൊക്കെ എന്തോന്ന് പറയാനാണ് അല്ലേ? എന്തായാലും ബാക്കിയോട് വെച്ച് നോക്കാം. ഒരു ജില്ലയിൽ നിന്നും ഒരു വനിതയും ഉയർന്നു വരാത്ത വിധം തടയിട്ടു നിർത്താൻ നല്ല കഴിവാണ്. പാതിരാത്രിയിലും പിരിവ് വാങ്ങാൻ പതുങ്ങി വരും. വിളിക്കുന്നവർ ചെന്നില്ലെങ്കിൽ സ്ഥാനം തെറിപ്പിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മറ്റുള്ള BJP പ്രവർത്തകന്മാർക്ക് ശോഭാ സുരേന്ദ്രൻ ഒരു പാരയാണെന്ന് അർത്ഥം. BJPയിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇവരുടെ ചൊൽപ്പടിക്ക് നിന്നോളണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരങ്ങ് ഒതുക്കി കളയും എന്ന് വേണം ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ അല്ലേ? വല്ലാത്തൊരു സ്ത്രീ തന്നെ അല്ലേ? ബാക്കിയോട് അയച്ചു നോക്കാം. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് തോറ്റ നിയമസഭാ സ്ഥാനാർത്ഥിയും അശ്രിത വത്സനാണ്. അങ്ങനെ കിട്ടിയതാണ് സീറ്റ് എന്ന് പറയപ്പെടുന്നു. ഏത്? ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ പാലക്കാട്ട് ഒരു സീറ്റ് കിട്ടിയല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. മുമ്പുള്ള ഏതൊരു നിയമസഭാ സ്ഥാനാർത്ഥിയെ സോപ്പിട്ട് കിട്ടിയ സീറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ബാക്കിയോട് അയച്ചു നോക്കാം. കടം വാങ്ങി പഞ്ചായത്ത് ഇലക്ഷൻ നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ മാറ്റി പക്ഷക്കാരെ നിയമിച്ചു. ജില്ല അറിയാതെ ഇവിടെ പിരിക്കുന്നെന്നും പറഞ്ഞ് ജില്ലാ പ്രസിഡന്റിനെ ഒതുക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ചെയ്തു. ഇത് മനസ്സിലായ സാധാരണക്കാരായ ചെറുപ്പക്കാരെ അടിച്ചൊതുക്കാൻ നോക്കി. ചുരുക്കി പറഞ്ഞ പാർട്ടിയിലെ തനി ഗുണ്ട അതാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വേണം മനസ്സിലാക്കാൻ. തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഏത് വിധേനയും പുള്ളിക്കാര് വളർത്തിയെടുക്കും. എന്നാൽ തന്നെ എതിർക്കുന്നവരെയോ ഏത് വിധേന അടിച്ചൊതുക്കുകയും ചെയ്യും. തനി രാഷ്ട്രീയ പ്രവർത്തക തന്നെ അല്ലേ? വെറുതെ ഇവര് രാഷ്ട്രീയത്തിൽ ഈ നിലയിലെത്തിയത്. ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ വലിയ വലിയ നിലയിലെത്തത്തുള്ളൂ. എന്തായാലും ബാക്കിയോട് വെച്ച് നോക്കാം. ഇത് മനസ്സിലാക്കിയ രാജീവ് ചന്ദ്രശേഖർ ശോഭ പക്ഷക്കാരെ മാറ്റാൻ പറഞ്ഞു. പുന്തുറയുടെ കുരുട്ടുബുദ്ധിയിൽ പ്രശ്നക്കാരെ നിലനിർത്തി പാങ്ങളെല്ലാം മാറ്റി ത്യാഗം സഹിച്ച ഇഷ്ടക്കാരന് പ്രത്യുപകാരമായി സീറ്റും കൊടുത്തു. ഒരിക്കലെങ്കിലും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മധുര പ്രതികാരമായി കരുതിയാൽ മതി. ജയ് ജയ് നരേന്ദ്രമോദി, ജയ് ജയ് BJP തുടർന്നാ മതി. അപ്പൊ ഇങ്ങനെ നീളുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനെ പച്ചക്ക് വലിച്ചു കയറി ഒട്ടിക്കുന്ന രീതിയിലാണ് ബിന്ദു വിനയകുമാർ എന്ന് പറയുന്ന സ്ത്രീ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലെ? എന്നാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ എന്താക്കിയെന്ന് അറിയോ? ഈ ബിന്ദു വിനയകുമാറിനെ നേരെ ഫോൺ വിളിച്ചു. എന്നിട്ട് അവരെ പച്ചത്തെറി വിളിക്കുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാരിയല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പോസ്റ്റ് ഇടുന്ന കാര്യം
ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട് പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് അല്ല തിരുവനന്തപുരത്ത് സോമന്റെ കീപ്പാന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അത് ഞാൻ പോസ്റ്റ് ഇട്ട് എങ്ങനെയുണ്ടാവും? നിങ്ങൾ പോസ്റ്റ് ഇട്. ബെസ്റ്റ്. അപ്പൊ ബിന്ദു ചേച്ചിയും ആള് കൊള്ളാലോ, രണ്ടൊരു വണ്ടിക്കുള്ള ആൾക്കാർ തന്നെയല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പറയുന്ന ആള് മാത്രം വെടുപ്പില്ല എന്നർത്ഥം. ഇത് സംഭവം പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നു. അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്തായാലും ബാക്കി കണ്ടോക്കാം. ഇട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കി. അച്ചോ പാവണ്ട് കേട്ടോ ചേച്ചി. ആ ഒതുക്കിയതിന് ചൊറുക്കാണ് ഇപ്പൊ ചേച്ചി തീർത്തോണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അങ്ങ് ഫേസ്ബുക്കിൽ വന്ന് വിളമ്പി. ഇതിപ്പോ കൊള്ളാലോ പരിപാടി. ഇതിപ്പോ BJP പാർട്ടിക്കകത്ത് എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ബിന്ദു ചേച്ചിനെ ഒന്ന് പിരി കയറ്റി വിട്ടാൽ മതി. മറ്റാൾ പാർട്ടിക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളൂ. അത് അങ്ങനെ ഒരു സാധനം ഇഷ്ടം. ഇങ്ങനത്തെ 1-2 ആൾക്കാർ മതി പാർട്ടിന്റെ കാര്യം അങ്ങോട്ട് തീരുമാനമായി കിട്ടിക്കോളൂ. എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത് അടിച്ചു. ഈ സ്ത്രീക്ക് ഇത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അടിക്കുന്ന ഡയലോഗ് ഇതാണ്, മോന്ത് ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുള്ളത്. ഇത് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട്ട് നോട്ട് മറിക്കൽ വിവാദം വന്ന സമയത്തും പുള്ളിക്കാരി അടിച്ച ഡയലോഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ ബിന്ദു ചേച്ചിയോടും ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ഇവരുടെ ഒരു സിഗ്നേച്ചർ ആണെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങനെ മുഖം അടിച്ചു പൊട്ടിക്കുന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ ഒരാൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് പാർട്ടിക്കകത്ത് അത്രയും ഹോൾഡും പിടിപാടും ഉണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. എന്തായാലും കൊള്ളാം, ഒരു തനി ഗുണ്ട തന്നെ ശോഭാ സുരേന്ദ്രൻ അല്ലേ. ബാക്കിയൂടെ കണ്ടോക്ക്. എന്തായാലും ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞു എന്നാന്നോ, നീയും ഈ പാർട്ടിയിൽ കാണത്തില്ലല്ലോ. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഈ കവല. ഓക്കെ, ആ പറഞ്ഞ മനസ്സിലായോ? അതായത് BJPയുടെ പാർട്ടി ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകൻ മോശമായി പെരുമാറി. അത് ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടും മൗനം പാലിച്ചു എന്നുള്ള രീതിയിലാണ് ബിന്ദു ചേച്ചി ഇപ്പൊ സംസാരിച്ചു വെക്കുന്നത്. എന്തായാലും പോരട്ടെ, സത്യങ്ങൾ ഓരോന്നായി ഇങ്ങനെ പുറത്തു വരട്ടെ. കേൾക്കാൻ നല്ല രസമുണ്ട്. ബാക്കിയുടെ കേട്ടൊക്കെ എന്തായാലും അന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ എന്താ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭ സുരേന്ദ്രൻ ഇടപെട്ടത്? പണിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ലല്ല, ഞാൻ നിന്റെ ഭർത്താവിനും കാണും. നിനക്ക് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിന്റെ ഭർത്താവിനും കാണാൻ ഞാൻ വരും. അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോ എന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. അത് പുതിയൊരു അറിവാണ് കേട്ടോ. ശോഭാ സുരേന്ദ്രന് ഭർത്താവ് ഇല്ല എന്നുള്ളത് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഇവരിപ്പോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും കൊള്ളാം. ബാക്കിയുടെ കേട്ടോക്കാം. ഈ ആവശ്യമില്ലാതെ പറയുന്നത്, ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും ഇല്ല, ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുൺ അനിരുദ്ധനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞതിൽ നിന്ന് ഞാൻ കോടതിയും കേട്ടുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലേ ആലപ്പുഴയിൽ ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനിറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നീയാണ് അവൾ അവിടെ വിട്ടിട്ടുള്ളത്. ആലപ്പുഴ എന്നുള്ള കാറിലല്ലേ അവള് വന്നത്? എന്റെ നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ.
അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഓക്കെ, ശോഭ ചേച്ചി തിരിച്ചെന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നോക്കുന്നുണ്ട് അല്ലേ? എന്തായാലും കൊള്ളാം, രണ്ടാളുടെ അടി കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പോ അൾട്ടിമേറ്റ്ലി ക്ഷീണം ചെയ്യാൻ പോകുന്നത് BJP പാർട്ടിക്ക് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു പാർട്ടിക്കുള്ളിൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്ത് മറ്റേ പെണ്ണിനെ കുറിച്ച് ഒരു പെണ്ണ് എല്ലാ കാര്യങ്ങളും പുറലോകത്തോട് വിളിച്ച് പറയാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പാർട്ടിക്കുള്ളിൽ എന്ത് സ്വകാര്യതയാണുള്ളത്? ഇതിപ്പോ ശോഭാ സുരേന്ദ്രന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും പുറലോകം അറിഞ്ഞു. ബിന്ദു ചേച്ചി അറിയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കൂടുതലായിട്ട് ഒന്നും ഇവിടെ പറയാനില്ല. ഇനിയും ബിന്ദു ചേച്ചി സത്യങ്ങൾ വിളിച്ചു പറയണമെന്നാണ് എന്റെ ഒരു ഇത്. ശോഭ ചേച്ചിയുടെ ഗുണ്ടായുസം പുറലോകം അറിയട്ടെന്നേ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. ഇനിയിപ്പോ എന്ത് പറയാനാണ്? കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.